ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. മദർഹുഡ് ഫാമിലിയോട് സ്വാഗതം. ജോസ്മി ആട്ടോ. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് എന്തിനു വേണ്ടിയുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഞാൻ ജോഡുവിന് ഉപയോഗിച്ചിട്ട് അവന് ഉണ്ടായ ചേഞ്ചസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പം പലരും നമ്മളിപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പല്ലൊക്കെ വരുന്ന സമയമാകുമ്പോഴത്തേനും നമ്മൾ ചിന്തിക്കും ഏത് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കും എന്നൊക്കെയുള്ളത് കാര്യങ്ങൾ പലരും ചിന്തിക്കുന്ന കാര്യമാണ്. ഇരുന്ന് സെർച്ച് ചെയ്യും ഏതാണ് നല്ലത് എന്നൊക്കെയുള്ളത്. അപ്പം ഉപയോഗിച്ച ഒരു അമ്മയുടെ ഒരു എക്സ്പീരിയൻസ് ലെവലിൽ നിങ്ങൾക്കത് 100% സ്വീകരിക്കാവുന്ന കാര്യമാണ്. കാരണം ഞാൻ അങ്ങനെ പിള്ളേരെ വെച്ചിട്ടൊന്നും ഞാൻ കളിക്കാറില്ല. വളരെ സത്യസന്ധമായിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും മാത്രമേ ഇടാറുള്ളൂ. എൻ്റെ മോനെ ഞാൻ ഉപയോഗിച്ചു. എനിക്ക് അവനിൽ കുറേ മാറ്റങ്ങൾ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഏതാണ് ബ്രാൻഡ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു മദർസ് പാഷിൻ്റെ ഈ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. ഈ മദർസ് പാഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. ഇവരുടെ സൺസ്ക്രീനും ക്രീമും മോയ്സ്ചറൈസറും ഞാൻ ജോഡുവിന് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മദർസ് പാഷിൻ്റെ ഈ ടൂത്ത് പേസ്റ്റ് ഞാൻ കണ്ടപ്പം ഞാനിത് വാങ്ങാൻ തന്നെ കാരണം. ഇതിൻ്റെ 2 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 2 എണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പ് ഞാൻ ഇതേ സാധനം തന്നെ ഒരെണ്ണം വാങ്ങി. അത് തീർന്നതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് തീർന്നില്ല. അതിന് മുമ്പ് തന്നെ രണ്ടാമത് ഞാനിത് ഓർഡർ ചെയ്തിട്ട്. കാരണം എനിക്കത് അത്രയും ഓക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇവർ 199 എന്നൊക്കെ, നിങ്ങൾക്ക് ഞാൻ സ്ക്രീൻ മിററിങ് ഉള്ളതുകൊണ്ട് കറക്റ്റ് തിരിഞ്ഞായിരിക്കും കാണുന്നത്. 199 എന്നൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു 174 രൂപയ്ക്ക് അങ്ങാണ്ടാണ് ഇത് ആമസോണിൽ നിന്ന് കിട്ടിയത്. ആ ഒരു സമയത്ത് എന്തൊരു കൂപ്പൺ കോഡും കൂടെ ആഡ് ചെയ്യാനുണ്ടായിരുന്നു തോന്നുന്നു. 174 കിട്ടിയത്. ഇപ്പോൾ 199 ആണെങ്കിൽ തന്നെ പ്രശ്നമില്ല. കാരണം വളരെ നല്ല ടൂത്ത് പേസ്റ്റ് ആണ്. ഒരു 50 ഗ്രാമിൻ്റെ ടൂത്ത് പേസ്റ്റും ഒരു ടൂത്ത് ബ്രഷും അതിനൊരു ക്യാപ്പും ഉണ്ട് കേട്ടോ. ഇത്രയും സാധനമാണ് നമുക്കിതിനകത്ത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാനിത് ലൈവായിട്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഇത് നമ്മൾ സംഭവം ഇങ്ങനെ ഓർഡർ ചെയ്യുന്നു. ഇത് നമ്മൾ സംഭവം ഇങ്ങനെ ഫുൾ ടൈം ഓർഡർ ചെയ്ത് ഇപ്പോൾ ഓർഡർ ചെയ്യാനുള്ളൊരു വേർഡ് മാത്രമേ വായിലോട്ടുള്ളൂ. ഇത് നിങ്ങളുടെ മുമ്പിൽ നിന്നാണ് ഞാനത് ഓപ്പൺ ചെയ്തു. ടൂത്ത് പേസ്റ്റ് ഇതാണ് മദർസ് പാഷൻ്റെ. ഇതാണ് ബ്രഷ്. കണ്ടില്ലേ, നല്ല ക്യൂട്ടായിട്ടില്ലേ? ഇതിൻ്റെ ബ്രിസിൽസ് കണ്ടോ, നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിൽസ് ആണ് കേട്ടോ. ഇതെങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാം. എന്ത് സോഫ്റ്റാണെന്നറിയാം. കണ്ടോ, പിള്ളേർക്ക് ഉപയോഗിക്കാൻ ഒട്ടും ഹാംഫുൾ ആവില്ല അവരുടെ ടീത്തിന്. ഇങ്ങനെ ഒരു ക്യാപ്പും ഞാൻ ഈ പിള്ളേർക്ക് നമ്മൾ വാഷ്റൂമിലൊക്കെ ബ്രഷ് വെക്കുമ്പം ഇങ്ങനെ ഒരു ക്യാപ്പ് ഇട്ട് വെക്കണം, നമ്മുടെ തന്നെ വെക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പം ഞാൻ ഇങ്ങനത്തെ ഈ ക്യാപ്പുള്ള ടൂത്ത് ബ്രഷൊക്കെ തപ്പിയിട്ടൊന്നും എനിക്ക് കിട്ടുന്നില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓൺലൈനിൽ ഈ ക്യാപ്പ് തന്നെയായിട്ട് കിട്ടും. അങ്ങനെ ഞാൻ ഈ ക്യാപ്പ് തന്നെയായിട്ട് വാങ്ങി നോക്കുമ്പം ഇവരുടെ ബ്രഷിനൊട്ട് ഫിറ്റ് ആവുന്നുമില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ഒരു സാധനത്തിനകത്ത് ഈ ഒരു ക്യാപ്പ് അടക്കുന്നതിനകത്ത് വരുന്നുമുണ്ട്. നല്ല അടിപൊളി സാധനം. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഒരു മിററിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പാകത്തിന് ഇങ്ങനെയൊക്കെ വെക്കാൻ പാകത്തിനുള്ളൊരു സംഭവമാണ് ഇത്. മിററിലല്ല, വാക്വം ബ്രഷിലുള്ള സംഭവമാണ് ഇത്. സംഭവം അടിപൊളിയാണ്. പിന്നെ ടൂത്ത് ബ്രഷിൻ്റെ വലിയ ഭംഗിനെ പറ്റിയല്ല നമ്മളോട് പറയാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഈ ഒരു ടൂത്ത് പേസ്റ്റിനെ പറ്റിയാണ്. ഇത് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റാണിത്. പലരും ചിന്തിക്കും കുഞ്ഞുങ്ങൾക്ക് ഏത് പ്രായം തൊട്ട് ടൂത്ത് പേസ്റ്റ് ഒക്കെ ഉപയോഗിക്കണം എന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ പ്രായത്തിൽ അവർക്ക് പല്ല് വരുന്ന, അതായത് ബ്രഷിങ് എന്ന് പറയുന്ന സംഭവം അവർക്ക് പല്ല് വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ചെയ്യണം. അതായത് ഒരു ഫിംഗർ ബ്രഷില്ലേ, അത് കൊണ്ടിട്ട് നമ്മൾ കുഞ്ഞുങ്ങളുടെ മോണയൊക്കെ ക്ലീൻ ചെയ്യണം. കാരണം അവരിങ്ങനെ മിൽക്കൊക്കെ കുടിക്കാൻ നേരത്ത്, നമ്മുടെ പാല് ഫീഡ് ചെയ്യാൻ നേരത്ത് അതൊക്കെ ഡോക്ടേഴ്സ് പറയുന്നതാണ്, ഞാൻ പറഞ്ഞ കാര്യമല്ല. നമ്മുടെ ഡെന്റിസ്റ്റൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള പീഡിയാട്രിക് ഡെന്റിസ്റ്റ് ഉണ്ടല്ലോ, അവർ പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പം ഇതിങ്ങനെ ഗംസൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ആ ഒരു ഫിംഗർ ബ്രഷ് കൊണ്ടിട്ടെന്നാണ് ഡോക്ടേഴ്സ് പറയുക. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഇവർ ഈ പാല് കുടിക്കുന്ന പ്രായത്തിൽ തന്നെ നമ്മൾക്ക് മൊത്തം ക്ലീനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം, ബ്രഷ് നമ്മൾ ഉപയോഗിക്കുക. പക്ഷേ ബ്രിസിൽസ് ഉള്ളത് നമ്മളൊരു ഇച്ചിരിയും കൂടെ ആയിട്ട് 2-3 പല്ലൊക്കെ മുളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഒരു 1-2 പല്ല് മുളയ്ക്ക് അപ്പം തൊട്ട് തന്നെ നമ്മൾ അവരുടെ ബ്രഷിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ടൂത്ത് പേസ്റ്റ് എപ്പോൾ തൊട്ട് ഉപയോഗിക്കാന്നുള്ളത്, ടൂത്ത് പേസ്റ്റും ഈ ഒരു 6 മാസം തൊട്ടുള്ള പല്ല് മുളയ്ക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കാം. പക്ഷേ ഫ്ലൂറോയിഡ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫ്ലൂറോയിഡ് ഫ്രീ എന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഒരു പിക്ചർ ഞാനിവിടെ ആഡ് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് കറക്റ്റ് ഫ്ലൂറോയിഡ് ഫ്രീ കിഡ്സ് നാച്ചുറൽ ടൂത്ത് പേസ്റ്റ്, ലോ അബ്രസീവ് ആൻഡ് നാച്ചുറൽ ഫോർമുല, സ്ട്രോബെറി ആണ് ഫ്ലേവർ കേട്ടോ.
പിന്നെ 0% ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആൻഡ് പ്രിസർവേറ്റീവ്സ്, ആൻറ്റി ക്യാവിറ്റി പ്ലസ് ഇനാമൽ കെയർ, നെറ്റ് വെയ്റ്റ് 50 gram ആണ്. പിന്നെ 12 months to 6 years. ഇത് 12 months തൊട്ട് 6 years വരെയായിട്ടുള്ള ഒരു ടൂത്ത് പേസ്റ്റ് ആണ്. പക്ഷേ 6+ month എന്ന് പറഞ്ഞ ടൂത്ത് പേസ്റ്റുകളുണ്ട്. അപ്പോൾ 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അങ്ങനത്തെ ഏജ് നോക്കിയിട്ട് മാത്രം വാങ്ങുക. ഇത് 6 years കൊടുത്തുകൊണ്ട് തന്നെ അങ്ങനെ ജോഡിനിപ്പോൾ 3 വയസ്സായാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഭവം ഞാൻ വാങ്ങിയത് കേട്ടോ. ഇത് എന്തുകൊണ്ടാണ് ഈ ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ വാങ്ങണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പല്ലിന് വേണ്ടുന്ന സാധനമാണ്. അതൊരു ഭയങ്കര പ്രശ്നമുള്ള സാധനമൊന്നുമല്ല. കാരണം നമ്മുടെ പല്ലിൻ്റെ ഇനാമലിന് നല്ല പ്രൊട്ടക്ഷൻ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയിട്ടും പിന്നെ ക്യാവിറ്റിയൊക്കെ മാറ്റാൻ വേണ്ടി ഡീക്കയിൽ നിന്നും ക്യാവിറ്റിയിൽ നിന്നൊക്കെ നമ്മുടെ ടീത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലൂറോയിഡ് നമുക്ക് വേണം. ഒരു ഫ്ലൂറോയിഡ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് തന്നെയുണ്ട്. പലയിടത്തും അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ ഗംസിനൊക്കെ സ്ട്രെങ്ത് ആക്കാനും ഡീക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള അങ്ങനെ പരിപാടികളൊക്കെ തന്നെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു വെച്ചാൽ, നമ്മളൊക്കെ ബ്രഷ് ചെയ്താൽ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വായിൽ വരുന്ന ആ പത തുപ്പിക്കളയും. കുഞ്ഞുങ്ങൾ തുപ്പുവോ? ഇല്ല, അവരത് വിഴുങ്ങിക്കളയും. അവരത് വിഴുങ്ങുമ്പം ഒരു പരിധി വിട്ട് ഈ ഫ്ലൂയിഡ് അവരുടെ വയറിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്റ്റൊമക്ക് അപ്സെറ്റ് ആവും, വയറുവേദനകൾ കാര്യങ്ങൾ വരും. അതുകൊണ്ടാണ് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ജോർഡിനെയൊക്കെ സംബന്ധിച്ച് ബ്രഷ് ചെയ്തിട്ട് തുപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തുപ്പിക്കോളും, കുഴപ്പമില്ല. അതേ സമയത്ത് ഒരു 6 മാസമുള്ള കുഞ്ഞിനോടോ 8 മാസമുള്ള കുഞ്ഞിനോടോ അല്ലെങ്കിൽ 1 വയസ്സുള്ള കുഞ്ഞിനോടോ ഒക്കെ തുപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും കുറച്ചൊക്കെ അവർ വിഴുങ്ങിക്കളയും. അപ്പോൾ നമ്മൾ രാവിലെയും വൈകുന്നേരവും നമ്മൾ ബ്രഷ് ചെയ്യും. ഈ 2 നേരത്തെ ബ്രഷിങ്ങിലൂടെയും ഈ ടൂത്ത് പേസ്റ്റ് അവരുടെ വയറ്റിലോട്ട് പോകുമ്പോഴത്തേക്കും ചില കുട്ടികൾക്ക് അത് വയറിന് പ്രശ്നങ്ങൾ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, വയറ് വേദന വരാം, ചിലക്ക് എൻ്റെ വയറ്റിൽ പുണ്ണോ എന്തൊക്കെയോ പറയുന്നേക്കാം ഈ ടൂത്ത് പേസ്റ്റ് വയറിനകത്ത് പോയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ളത് ഒഴിവാക്കാൻ പറയുന്നത്. പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഈ ഒരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് സ്ട്രോബെറി ഫ്ലേവറാണ്. ഇതിൻ്റെ ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ജോഡുവിന് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഭയങ്കര മടിയുള്ള കാര്യം. എനിക്ക് അവനെ ബ്രഷ് ചെയ്യിക്കലൊരു ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, ബ്രഷ് ചെയ്യേണ്ട എന്ന് പറയാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇതല്ലേ സ്ട്രോബെറിയുടെയൊക്കെ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത് കേട്ടോ. എനിക്ക് ജോഡിൽ വന്നൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്തത്, ഈ ബ്രഷ് ചെയ്യാൻ ഇത്രയും മടിയുണ്ടായിരുന്ന ജോഡിന് ഇപ്പോൾ ബ്രഷ് ചെയ്യാൻ മടിയില്ല. അവനോട് ബ്രഷ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്ക് അവൻ മടിയില്ലാണ്ട്, ഇതിന് മുമ്പത്തെ ടൂത്ത് പേസ്റ്റ് ഒക്കെ ഞാൻ ഏത് ബ്രാൻഡാണെന്ന് ഞാൻ പറയാം, ടൂത്ത് പേസ്റ്റ് ഒക്കെ ഞാൻ ഉപയോഗിക്കാൻ നേരത്ത് അവൻ കരയും, ഞാൻ ബ്രഷ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണ്ടാമേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പക്ഷേ ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ, അവനൊരു പ്രശ്നവുമില്ല, ബ്രഷ് ചെയ്യുന്നതിന് മടിയില്ല, ഇങ്ങനെ പല്ലും കിടിച്ച് കാണിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഒന്ന് പറയും അമ്മ വേണ്ട അമ്മയെന്ന് ഇങ്ങനെ പറയും, പക്ഷെ എന്നാലും അവന് ചെയ്യുമ്പോഴത്തേക്കും ഒരു മടിയില്ല. അവൻ ചില ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവൻ പറയുന്നത് എൻ്റെ വാ എരിയുന്നു എന്ന് അവൻ പറയുമായിരുന്നു. ഇതൊന്നും അങ്ങനത്തെ പ്രശ്നമില്ല. അപ്പോൾ ഞാനിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം, കാരണം ഞാനിതെല്ലാം ടേസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാട്ടോ. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ലൊരു മധുരമുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ മെയിൻ ഒരു കാര്യം. അപ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയി. ഇതിന് നല്ലൊരു മധുരമാണ്. നമ്മളിത് ജാമൊക്കെ തിന്നും പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. സ്ട്രോബെറിയുടെ ഒക്കെ ജാം കിട്ടത്തില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിന് അങ്ങനെയൊരു ഫ്ലേവറാണ് ഇതിനുള്ള. ഈ സ്ട്രോബെറിയുടെ ഫ്ലേവർ തന്നെയാണ്, പക്ഷേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഒരു മടി തോന്നാത്ത പാത്രം. അപ്പോൾ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ തന്നെ കാരണം, ഇതുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കും ഇവൻ അതിന് മുമ്പ് വേണ്ട എന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരുന്നവൻ ഇതുകൊണ്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും പ്രശ്നമില്ലാണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സംഭവം അടിപൊളിയല്ലേ. പിള്ളേർക്ക് ഇതങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ എടുത്തങ്ങ് തിന്നും കൂടെ കളയും. അത്ര നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. വേറെ ഒരു എരിച്ചിലോ പുകച്ചിലോ ഒന്നുമില്ല. ആവശ്യമുള്ള പദങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നു. അങ്ങനെ ഒരു സാധാ അത്രയും സേഫായിട്ട് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൂത്ത് പേസ്റ്റ്. അപ്പം പല്ല് തേക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ കൂടെ തന്നെ അവർ മടിയില്ലാണ്ട് ഈ സാധനം ഉപയോഗിച്ചോളും കേട്ടോ. എനിക്കതാണ് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ 199 ഇവർ പറഞ്ഞ MRP 199 മുടക്കിയാലും ഈ ഒരു ടൂത്ത് പേസ്റ്റും ഈ ഒരു ടൂത്ത് ബ്രഷും ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമുക്കത് അത്ര വലിയ നഷ്ടമുള്ള കാര്യമല്ല, റിയലി വേർത്താണ്. കാരണം ഇതൊരു നാച്ചുറൽ ടൂത്ത് പേസ്റ്റാണ്. നമുക്ക് ധൈര്യത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ ഫ്ലൂറൈഡ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുമാണ്. കുട്ടികൾക്ക് നല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടും. കാരണം ജോഡിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ജോഡിനെ കൊണ്ട് എനിക്ക് ആ പല്ല് തേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇത് ധൈര്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുക, കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം കുറേ പാരൻസ് എനിക്കറിയാം കുഞ്ഞുങ്ങളെ പല്ല് തേക്കുന്നതിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ പിള്ളേരുടെ ഏജ് നോക്കിയിട്ടേ വാങ്ങാളൂ. ഇത് ഞാൻ പറഞ്ഞു 12 months to
6 ഇയേഴ്സ് വരെയുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിൽ താഴെ പ്രായമുള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് മാത്രമേ വാങ്ങാവുള്ളൂ. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നതല്ല. ഞാനൊരു അമ്മയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. സോ കുഞ്ഞുങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാറുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അത് മാത്രമല്ല എൻ്റെ കുഞ്ഞിന് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞാൻ റിവ്യൂ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ അതും അങ്ങനെ തന്നെ വന്ന് റിവ്യൂ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെനിക്ക് നല്ലതായിട്ട് തോന്നി. ഞാൻ പറഞ്ഞു 2 എണ്ണം ഞാൻ വാങ്ങി, 1 എണ്ണം ഞാൻ വാങ്ങി ഇത് തീരാനായിട്ടോ. പിന്നെ അത് തുള്ളിയേ നമുക്ക് വേണ്ടു, വളരെ ഒരു ചെറിയ ഡ്രോപ്പ് പോലെ നമുക്ക് ഒരു അരിമണിയുടെ അത്രയ്ക്കേ വേണ്ടുള്ളൂ. അതിപ്പോൾ കുറേ നാളത്തേക്ക് നിൽക്കും. അപ്പോൾ ഇതെന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോനും കൂടി ഇതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി. കാരണം ടേസ്റ്റ് നല്ലതാണല്ലോ. അങ്ങനെ ഇത് 2 പേരും കൂടി ഉപയോഗിച്ച് ജോനൊക്കെ ബ്രഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വന്തം ബ്രഷ് ചെയ്യുന്നുണ്ട്, ഇത് മൊത്തത്തിൽ അങ്ങോട്ടേക്ക് അങ്ങനെ ഇട്ട് കളയും. അങ്ങനെ ഇട്ടിട്ട് സംഭവം തീരാനായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഓർഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജോഡു മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ വേണമെങ്കിൽ 1 വർഷം വരെ ഈ സംഭവം പോകാൻ വഴിയുണ്ട് കേട്ടോ. അത്രയും വളരെ കുറച്ച് ചെയ്ത് ആവശ്യമുള്ളൂ. കാരണം അവനെ അങ്ങനെ വളരെ കുറച്ച് എടുക്കുന്നുണ്ട്, പിള്ളേർക്ക് അത്രയ്ക്കല്ലേ വേണ്ടത്തുള്ളൂ. സോ ഞാനിത് റെക്കമെൻഡ് ചെയ്തു. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം. ഇനി നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ലത് വേറെ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പർച്ചേസ് ചെയ്തോ. ഇനി അങ്ങനെ വേറെ ഏതെങ്കിലും നല്ലത് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അതും കൂടെ രേഖപ്പെടുത്തിക്കോ. കാരണം ഞാനത് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ റിവ്യൂ ഒക്കെ എനിക്ക് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ ഈ മദേഴ്സ് പാഷിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലതാണ്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാൻ അടിപൊളിയാണെന്നുള്ളത് എൻ്റെ മോനെ ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു 2 സാധനം കിട്ടുന്നത് നമുക്ക് നല്ല ലാഭവുമാണ്. കാരണം നാച്ചുറലാണ്, കുഞ്ഞുങ്ങൾക്ക് സേഫാണ്, ഫ്ലൂറോയിഡ് ഫ്രീ ആണ്.